സ്വാഗതം. ഇന്നിപ്പോൾ നേരിട്ട് കാണിക്കാൻ പോകുന്ന വെച്ചാൽ കണ്ട ഇവിടെ ഞാൻ കുറച്ച് പിന്നെ ക്യാപ്സിക്കത്തിൻ്റെ തൈ പാവിയിട്ടുണ്ട്. അതെല്ലാം മുളച്ചിട്ടുണ്ട്. അതിപ്പോൾ നമുക്കൊന്ന് പറിച്ച് നടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം പോകുന്നത്. ഇതിപ്പം എന്ന് വെച്ചാൽ ഇവിടെ വേറെ ഒന്നുമില്ല. ഇവിടെ നിന്ന് പിന്നെ സീമക്കൊന്നൊന്നും കൊണ്ടുവന്നില്ല. സീമക്കൊന്നും ഇല്ല, കഴിഞ്ഞിന്. ഇനി ഏതായാലും സീമക്കൊന്ന വേണ്ടാന്ന് വെച്ചു. ഇതിപ്പം ഞാൻ ചേരി അടിയിലിട്ടിട്ടുണ്ട്. അതിൻ്റെ മേലെ കുറച്ച് പിന്നെ ഇടുന്നത്, കുറച്ച് കരിയിലിട്ടിട്ട് അതിൻ്റെ മേലെ കുറച്ച് ചക്കമടലും കൂടി ഇടുക. ചക്കമടലാണ് ഇനി ഞാൻ ഇപ്പം നടുന്നത്. സീമക്കൊന്നുമില്ല, കരിയില. കണ്ടില്ലേ, കുറച്ച് കരിയിലിട്ടിട്ട് ഇതാണ് കരിയില. കരിയില വാരിയിടട്ടെ. അതിൽ കുറച്ച് കരിയില വാരിയിട്ടിട്ട് പിന്നെ നമുക്ക് ആ ക്യാപ്സിക്കം നട്ട് കൊടുക്കാമല്ലോ. തേച്ചൊന്നും നടാൻ ഇന്നാവില്ല, കുറേ ഉണ്ട് നടാൻ, കുറേ തൈയുണ്ട്. കുറച്ച് നിലത്ത് നടാമെന്ന് വിചാരിക്കലാണ്. കണ്ട ഇതേപോലെ ഞാൻ തേച്ചും പൊടിച്ചിനി. ഇതുപോലെ ഇനിയിപ്പം കുറച്ച് ഇതിൻ്റെ മേലെ ഈ ചക്കമടലും കൂടി വാരിയിടുക. കണ്ട ചക്കമടലുണ്ട, ഈ ചക്കമടലും കൂടി ഇടുക. എന്നാൽ നല്ല ഇതാവും. ഇതിപ്പം കണ്ടല്ലോ, ഇതേപോലെ കുറച്ച് ചക്കമടലും വാരിയിടുക. ചക്കമടൽ കഴിയാനായി, ഇനി അത്രയേ ഉള്ളൂ. എന്നാലും നമ്മളത് ഉള്ളത് കളയണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കണ്ട ഇതേപോലെ ഈ കരിയിലും കൂടി വാരിയിട്ടെ. ഇനി കരിയിലും കൂടി ഇട്ടു. ഇനി ഇതിൻ്റെ മേലെ പിന്നെ ഇടുന്നത് പോട്ടി മിശ്രിതമാണ് വാരിയിടുന്നത്. കണ്ടില്ലേ, ഇതേപോലെ പോട്ടി മിശ്രിതം വാരിയിടാം. കണ്ടില്ലേ, ഇതേപോലെ പോട്ടി മിശ്രിതം വാരിയിടാനാണ് പോകുന്നത്. ഇതും കൂടി നട്ട് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഗുണം നിരച്ചാൽ നല്ല അടിപൊളി വളങ്ങൾ ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ സീമക്കൊന്നിയോ തോലും വളമെല്ലാം വെച്ച് കൊടുക്കാം. ഇപ്പം തൽക്കാലം ഇങ്ങനെ നട്ടാൽ മതി. അതാണ് ഞാനിപ്പോൾ ഇങ്ങനെ നടുന്നത്. ചകിരിച്ചോറും വളവും എല്ലാം വേണം. കണ്ടല്ലോ, ഇതേപോലെ നട്ടു കൊടുക്കാം. കണ്ട ഇത് വലിയ വേഗമായതുകൊണ്ട് 2 എണ്ണം നടാൻ ഒന്നില്ലെന്ന് ഞാൻ വിചാരിക്കണം. കണ്ട എല്ലാം നല്ലോണം നന്നായിട്ട് പൊടിച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട്. കണ്ടല്ലോ, ഇതേപോലെ കണ്ട ഇതേപോലെ നട്ടു കൊടുക്കട്ടെ. ഇനി നട്ടേ ഇതാണ് തൈ. കണ്ടല്ലോ, നല്ല ഉഷാറായിന് പൊടിച്ചിട്ട് മുളപ്പിച്ചിട്ട് നല്ല ഉഷാറായിട്ട് കിട്ടീനി. കണ്ടല്ലോ, ഇത് നമുക്ക് കണ്ടില്ലേ, ഇതൊരു 2 തൈ വെച്ചിട്ട് നടാം. 2 തൈ വെച്ചിട്ട് നടാമെന്ന് വിചാരിക്കുന്നത്. എന്താ വെച്ചാൽ വലിയ വേഗമായതുകൊണ്ട് 2 എണ്ണം വെച്ചിട്ട് നടാമെന്ന് വിചാരിക്കല. കണ്ട ഇനി അഥവാ വളർന്നിട്ട് ഒരുപാട് വളർന്ന് വന്നിട്ടുണ്ടെങ്കിൽ അന്നേരം മേടിക്കൊന്ന് മാറ്റി നടാം. ഇനിയിപ്പോൾ തൽക്കാലം ഇതേപോലെ 2 തലക്കായിട്ട് 2 തൈ നടുവായിരുന്നു. കണ്ടല്ലോ, ഇതേപോലെ ഒന്ന് നട്ടു. കണ്ടില്ലേ, ഇനി കൂടുതൽ വളർന്നിട്ടുണ്ടെങ്കിൽ അന്നേരം നമുക്ക് മാറ്റി നടാം. ഇതിപ്പം കണ്ടല്ലോ, ഇതേപോലെ ഇത് നട്ടു, 2 എണ്ണം നട്ടു. അതേപോലെ ഇനിയിപ്പം ഇതേപോലെ മറ്റേത് നട്ടേ. ഇതിനകത്ത് ഈ ഇതിടുന്നു. കണ്ട ഈ പിന്നെ ചേരിയാണ് ഇടുന്നത്. ചേരി ഇടുന്നതെന്ന് വെച്ചാൽ വെള്ളം പാർന്നു പോകാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ആയെങ്കിൽ മാത്രമേ വെള്ളം അവിടെ കെട്ടിക്കിടക്കാണ്ട് നിൽക്കുള്ളൂ. ഇല്ലെങ്കിൽ ഇതിനകത്ത് കെട്ടിക്കിടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ചീഞ്ഞു പോവും, ചളി പോലെ ആയിപ്പോവും. ഇതാകുമ്പോൾ അങ്ങ് വെള്ളം ഇതിൻ്റെ മേലെ കൂടി വെക്കുമ്പോൾ അങ്ങ് കെട്ടിക്കിടക്കൂല, അങ്ങ് ചീഞ്ഞു പോവില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. കണ്ട കണ്ടില്ലേ, ഇതേപോലെ നട്ടു കൊടുക്കും. ഇതേപോലെ ഇടുക. ഇതിൻ്റെ മേലെ കുറച്ച് ഇതാണ് ഇടുന്നത്, കരിയിലിട്ടേ. കരിയിലിട്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല, മഴയായതുകൊണ്ട് ഒന്നിനും ഒരേലും ഗുണമില്ല. മഴയില്ലെങ്കിൽ ഒരാൾ കൊടുത്തരാനും ഒരാളില്ല, അങ്ങോട്ട് പോകാനും പറ്റുന്നില്ല. അതാണ് പറ്റ്. കണ്ടല്ലോ, ഇതേപോലെ നട്ടു. ഇതിൻ്റെ മേലെ ഞാൻ ഇത് ചക്കമടൽ വാരി. ഈ ചക്കമടൽ നല്ല വളമാണ്. ഇനി വളം ഇതും എല്ലാം കൂടി നല്ലൊരു വളമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ ഇനി വളം കൊടുക്കണം. ആ സമയത്ത് നമുക്ക് തോടെല്ലാം വെച്ച് നല്ല കണ്ടീഷനായിട്ട് വളം കൊടുക്കാം. കുറച്ച് പിണ്ണാക്കും എല്ലാം കൊണ്ടുവന്നിട്ട് കൊടുക്കാം. ഇപ്പം കണ്ടല്ലോ, ഇതേപോലെ കുറച്ചും കൂടി തോല്. ഇത് നല്ല തോലാണ്, നല്ല തോല്, നല്ല ശരിക്കും അവിഞ്ഞ തോല. കണ്ടില്ലേ, ഇതേപോലെ
ഇട്ട് കൊടുക്കാം. ഉണ്ടാ ഇത് പച്ച ക്യാപ്സിക്കാന്നേ, ചുവന്ന ക്യാപ്സിക്കും കൂടി ഞാൻ നട്ടിനായിരുന്നു. പക്ഷെ അത് ഒന്നങ്ങാനേ പൊടിച്ചിട്ടില്ല, ബാക്കി പൊടിച്ചിട്ടില്ല. ഇതിനകത്ത് വാരിയിട്ട് ഇപ്പം വാരിയിട്ടിട്ട് നിറച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മറ്റേതും കൂടി നട്ടു കൊടുക്കാൻ. ഇനി കുറേ നടാനുണ്ട്. ഇന്നിപ്പോൾ തേച്ചൊന്നും നടാൻ കഴിയില്ല. ഇനിയിപ്പോൾ ഒരു 3-4 നട്ടു കൊടുക്കാമെന്ന് വെച്ചിട്ടാണ്. എന്താ ഇത് കണ്ടേ, നടുവിൽ ഇപ്പം കണ്ടല്ലോ. ഞാനിപ്പോൾ ഇത് നടാൻ നോക്കലേ. കണ്ട, 2 ഞാനിപ്പോൾ നിറച്ച് വെച്ചു. ഈ 2 നടാൻ വേണ്ടിയിട്ട് നോക്കലാണ്. കണ്ട, തൈ ഒരുപാട് പൊടിച്ചിട്ടുണ്ട്. എന്നാലും തൽക്കാലം നമുക്ക് നിലത്ത് നടാനാക്കാം. മറ്റേ ഇതിനകത്ത് നടാൻ കഴിയില്ല, വേഗിലാകുമ്പോൾ ഒരുപാട് വേഗ് വേണ്ടേ. അതുകൊണ്ട് കുറച്ച് നിലത്ത് നടാനാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ കണ്ടല്ലോ, ഇതേപോലെ 2 തൈ വെച്ചിട്ട് ഞാൻ ആദ്യം നട്ടു, ഒന്നും കൂടി നട്ടു. ഇനിയിപ്പോൾ ഈ ഒന്നും കൂടി എടുത്ത് നട്ട് കണ്ടോ, നല്ല തൈ നോക്കിയിട്ടാണ് നടുന്നത്. ഒരുപാട് തൈകളുണ്ട്, തൈ ഇഷ്ടംപോലെ നടാനുണ്ട് കേട്ടോ, ഒരുപാട് തൈയുണ്ട്. എന്താ ഇതേപോലെ കണ്ട, ഇത് കണ്ടല്ലോ. ഇത് 3 ഞാനിപ്പോൾ നട്ട് വെച്ചു. ഇനിയിപ്പം ബാക്കി പിന്നെ നടാന്ന് വിചാരിക്കില്ല. എന്താണെന്ന് വെച്ചാൽ എല്ലാം കൂടെ ഒന്നിൽ കൂടി നടാനുണ്ട് ഇടാം. അതും കൂടി നട്ടിട്ട് നമുക്ക് പിന്നെ നടാം ബാക്കി. ഉണ്ടാ ഇതുപോലെ ഇതിലിപ്പോൾ ചേരി ഇട്ടിട്ടുണ്ട് കണ്ടല്ലോ. അതേപോലെ ഇതും കൂടി ഇതിലിട്ടേ. ചേരിയിലിട്ട് വെച്ചാൽ എന്നാലും മാത്രമേ, അല്ലെങ്കിൽ ഉണ്ടല്ലോ വെള്ളം കുടിച്ചിട്ട് കെട്ടുപോകും. അതുകൊണ്ടാണ് ഞാൻ ഈ ചേരി ഇങ്ങനെ കമിച്ച് വെക്കുന്നത്. ചേരി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പുമാണ്, അടിയിലോട്ട് വെള്ളം ചീഞ്ഞ് നിൽക്കുകയില്ല. ഇനിയിപ്പോൾ ഈ ചക്ക വെള്ളം കൂടി ഉണ്ട്, ഇതും കൂടിയേ ഉള്ളൂ ചക്ക മടലും. ഇനി ഒന്നിനും കൂടി ഇടാനേ ഉള്ളൂ. ബാക്കി തോല് വേണം, തോലും കുറവാണ്. അതുകൊണ്ട് ഇപ്പോൾ 4 നടുന്നില്ല. ഇപ്പം 4 നടാൻ നോക്കുന്നത്. കണ്ടില്ലേ, ഇതേപോലെ നിങ്ങൾ നട്ടു നോക്കുക. കണ്ടല്ലോ, ഞാനിപ്പോൾ ഇതാണ്, ഇത്രയേ ഉള്ളൂ. ഇത് കൊണ്ടുവന്നത് അത്രയേ ഉള്ളൂ. കണ്ട, കരിയില അത്രയേ കൊണ്ടുവന്നേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് കരിയില പോയി. ഇനിയിപ്പോൾ ഇതിൽ ഞാൻ പോട്ടി മിശ്രിതം വാരി നിറക്കട്ടെ. ഇതുണ്ട, കണ്ടില്ലേ, ഇതേപോലെ എല്ലാം വാരി നിറക്കുക. എന്നിട്ട് കണ്ട, നല്ലോണം കുത്തി നിറക്കട്ടെ. കണ്ടല്ലോ, ഇതേപോലെ എല്ലാം വാരി നിറച്ചിട്ട് നമുക്ക് നട്ട് കൊടുക്കാം. ഇത് നന്നാകുമെന്ന് നമുക്ക് നോക്കാം. കാപ്സിക്കാണ്, മഴ അധികമൊന്നും ഇല്ലെങ്കിലും വലിയ കുഴപ്പമുണ്ടാവില്ല. മഴയായിപ്പോയെങ്കിൽ വിഷമാണ്. അതെല്ലാം പൊടിച്ച് കിട്ടിയാവണ്ടേ. എന്താ ഇതേപോലെ ഉണ്ടല്ലേ, ഇതുപോലെ. ഇനി ഇതിൻ്റെ മേലെ വേണ്ടിക്ക് കുറച്ച് നമുക്ക് കരിയില കൊണ്ടിടാം. കരിയില കൊണ്ടുവന്നിട്ടാകുമ്പോൾ കുറച്ച് കരിയില ഇടണം. എന്നാലും എന്താ വെച്ചാൽ അധികം മണ്ണ് തെറിച്ച് പോവില്ല. ഇപ്പം കണ്ടല്ലോ, ഇതേപോലെ. ഇനിയിപ്പം ഞാനിത് നടാനാണ് നോക്കുന്നത്. ഇതും കൂടി നട്ടിട്ട് ഇന്നത്തേത് ഇത്രയേ വേണ്ടു. കണ്ടല്ലോ, കണ്ട തൈ കണ്ട, ഇതാ ഇത് കണ്ടില്ലേ. ഇതേപോലെ ഇട്ട് നടുക. നിങ്ങൾക്ക് ക്യാപ്സിക്കത്തിൻ്റെ തൈ ഞാനും വിചാരിച്ച് പൊടിക്കൂല എന്നെല്ലാം വിചാരിച്ചു. തൈ കൊണ്ടുവന്ന് പൊടിപ്പിച്ച് നോക്കുമ്പോഴേക്ക് ഇഷ്ടംപോലെ തേച്ച് പൊടിച്ച് കിട്ടി. അതുകൊണ്ട് നല്ലൊരു സന്തോഷമുണ്ട്. കണ്ട ഇതേപോലെ. ഇനിയിപ്പോൾ അവിടെ ഇന്നും ഒരുപാടുണ്ട് തൈ പൊടിച്ചത്, ഒരുപാട് തൈയുണ്ട്. അത് തേച്ച് നടണം. നട്ടാൽ നമുക്ക് തന്നെയല്ലേ നല്ലത്. നമുക്ക് കൊടുക്കേണ്ടി നന്നായിട്ടുണ്ടെങ്കിൽ കൊടുക്കുകയും ചെയ്യാമല്ലോ. അതാണ്. ഉണ്ടാ അതേപോലെ ഒരുപാട് 2-3 സഞ്ചിയിൽ ഇനി പായിട്ട് പൊടിപ്പിക്കാനുണ്ട് കേട്ടോ. ഇതിപ്പോൾ കണ്ടല്ലോ, ഇതേപോലെ ഞാനിപ്പോൾ ഇതിൽ ചെറുതായതുകൊണ്ട് 2-3 നട്ടിട്ടുണ്ട്. പൊടിച്ച് വിട്ടിട്ടെങ്കിലും ഒന്ന് നേരിച്ചിട്ട് അങ്ങനെ നട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നേരം. എല്ലാവരും നന്ദി, നമസ്കാരം. എല്ലാവരും എൻ്റെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് തരിക. നിങ്ങളെല്ലാവരും കണ്ടെങ്കിൽ മാത്രമേ എനിക്കിത് കാണാനില്ല. നിങ്ങളിതെല്ലാം നോക്കിക്കണ്ട് നിങ്ങളും ചെയ്യുക. ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നേരം. നന്ദി, നമസ്കാരം.
വുഡ് ബൈ കണ്ട ഇതേപോലെയാണ് ഞാൻ നട്ടിട്ടുള്ളത് ഇത് ഇത്രയും വുഡ് ബൈ